നമസ്കാരം. നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും ലക്ഷക്കണക്കിന് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ഇതുവരെ നമുക്ക് 21 ഗഡുക്കൾ വിജയകരമായിട്ട് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ ഓരോ കർഷകൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏകദേശം ഇപ്പോൾ 42,000 രൂപ നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ ധനസഹായം കർഷകരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും കാർഷിക പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണയാണ് ഇപ്പോൾ നൽകുന്നത്. ഈ പദ്ധതി നിലവിൽ 22ാമത്തെ ഗഡുവിൻ്റെ കാലയളവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം മുതൽ ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന ഈ 4 മാസങ്ങളാണ് പുതിയ ടേമായിട്ട് പരിഗണിക്കുന്നത്. മുൻപ് മുടങ്ങാതെ 21 ഗഡുക്കളും ലഭിച്ച കർഷകർക്ക് 22ാമത്തെ ഗഡുവും യഥാസമയം ലഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചിട്ടുള്ള സുപ്രധാനമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കർഷകർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, അതിൽ പ്രധാനമായും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഭൂമി കാർഡ്, പ്രോപ്പർട്ടി കാർഡ്, അതിൻ്റെ വിതരണ പദ്ധതിയെക്കുറിച്ചാണ്. 2026 ജനുവരി മാസം മുതൽ ഈ പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. കേരളത്തിലുള്ള കർഷകരുടെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഭൂമിയുടെയും വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് നൽകുന്ന വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളാണ് ഇവ. ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഭൂമി വിവരങ്ങളൊക്കെ തന്നെ ഡിജിറ്റലായിട്ട് തിരിച്ചറിയുന്നതിനായി പ്രത്യേക കാർഡുകൾ വിതരണം ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും വിതരണം ഉണ്ടാവുക. ഈ പുതുവർഷത്തിൽ ആരംഭിക്കുന്ന വിതരണത്തിലൂടെ കാർഷിക മേഖലയിലെ രേഖാപരമായിട്ടുള്ള സുതാര്യതയും കാര്യക്ഷമതയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിതരണത്തിന് ഒരുങ്ങുന്ന ഈ ഭൂമി കാർഡുകൾ ATM കാർഡിൻ്റെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ കർഷകന്റെ തിരിച്ചറിയൽ നമ്പർ, QR കോഡ്, ഇലക്ട്രോണിക് ചിപ്പ് പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിരിക്കും. ഈ കാർഡിൽ കർഷകന്റെ കൃഷിഭൂമിയുടെ തരം, സർവേ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ബ്ലോക്ക്, ഡിവിഷൻ എന്നിവ കൂടാതെ കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തും. കൈവശാവകാശ രേഖകൾ, ഭൂമിക്ക് നിലവിലുള്ള ബാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾ, കൃത്യമായി കരമടച്ച വിവരങ്ങൾ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒറ്റ കാർഡിൽ ക്രോഡീകരിക്കുന്നതിലൂടെ ഭാവിയിൽ കൃഷിഭൂമി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വിവിധ അപേക്ഷകൾക്കും ഈ കാർഡ് ഒരു പ്രാഥമിക രേഖയായി സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഒട്ടനവധി അനുബന്ധ രേഖകളുമായി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട സാഹചര്യം ഈ ഒറ്റ കാർഡിലൂടെ ഇല്ലാതാവുകയും സേവനങ്ങൾ വളരെ വേഗത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മറ്റൊരു സുപ്രധാനമായ വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ഫാർമേഴ്സ് ID, കർഷക ID, അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനാണ്. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ID നേടുന്ന പ്രക്രിയ എല്ലാ കർഷകർക്കും നിർബന്ധമാക്കി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ധനസഹായ പദ്ധതികളുടെയും ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിന് ഭാവിയിൽ ഈ ഫാർമേഴ്സ് ID ഒരു പ്രധാന മാനദണ്ഡമായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇത് കർഷകരെക്കുറിച്ചുള്ള സമഗ്രമായ ഡാറ്റാബേസ് രൂപീകരിക്കാനായിട്ട് സഹായകരമാകും. സംസ്ഥാനത്ത് കർഷക ID രജിസ്ട്രേഷൻ ആരംഭിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പ്രത്യേകിച്ചും OTP വെരിഫിക്കേഷനിലൊക്കെ തന്നെ തടസ്സങ്ങൾ മൂലം താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനാൽ ഇപ്പോഴും നിരവധി കർഷകർക്ക് ഈ സുപ്രധാന ID ലഭിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പോർട്ടലിൽ നിലവിൽ ഇപ്പോൾ അപ്ഡേഷനുകളും സാങ്കേതികപരമായിട്ടുള്ള മെച്ചപ്പെടുത്തലുകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോർട്ടൽ വീണ്ടും സജീവമാകുന്ന സമയത്ത് രജിസ്ട്രേഷനുള്ള സംവിധാനം കൂടുതൽ കാര്യക്ഷമമായിട്ട് കർഷകർക്കായിട്ട് ഒരുക്കുമെന്നും കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനായിട്ട് എല്ലാ കർഷകരും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോർട്ടൽ വീണ്ടും ഓപ്പൺ ആകുന്നതിനെക്കുറിച്ച് കൃത്യമായ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഇതിനായി കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ, ഇവയുമായിട്ട് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ എന്നിവ വഴി നിങ്ങൾക്ക് ഇതിൻ്റെ സേവനങ്ങളൊക്കെ തന്നെ തേടാവുന്നതാണ്. ഈ രണ്ട് സുപ്രധാനമായ വിഷയങ്ങളായിട്ടുള്ള ഭൂമി കാർഡ് വിതരണവും അതുപോലെ തന്നെ ഫാർമേഴ്സ് ID രജിസ്ട്രേഷനും കർഷകരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനും കാർഷിക രേഖകളൊക്കെ തന്നെ ആധുനികവൽക്കരിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ തന്നെ ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. എല്ലാ കർഷകരുടെയും അറിവിലേക്ക് നിങ്ങൾ ഈ വാർത്ത മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.